ഒരുപാട് ചെറുപ്പക്കാർ ഹാർട്ട് അറ്റാക്കും ഹൃദയസ്തംഭനവുമായിട്ട് ആശുപത്രികളിൽ എത്തുന്നതിന്റെ ഒരു പ്രധാന കാരണം മയക്കുമരുന്ന്. പലപ്പോഴും ഒരു തമാശയ്ക്ക് വേണ്ടി തുടങ്ങുന്ന ഈ ഒരു ശീലം ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഹൃദയത്തിൽ വരുത്തി വെക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഓരോ തരത്തിലുള്ള മയക്കുമരുന്നും ഹൃദയത്തിൽ പല രീതിയിലാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുക. പ്രധാനമായും 4 തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാം. ഒന്നാമത്തത് വാസോസ്പാസം, രക്തധമനികളിൽ ടൈറ്റായി പോവുക, ചുങ്ങിപ്പോവുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചെടി നനക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഗാർഡൻ ഹോസിനെ നമ്മൾ ചവിട്ടി അമർത്തിയാണെങ്കിൽ എന്താണോ സംഭവിക്കുന്നത് അതുപോലെ രക്തധമനികളിലുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുകയാണ്. ഇത് കാരണം ഹൃദയ മസിലുകൾ ഓക്സിജന് വേണ്ടിയിട്ട് ദാഹിക്കുകയാണ്. രണ്ടാമത്തത് അരിത്മിയകൾ. ഇവിടെ ഹൃദയത്തിന്റെ വൈദ്യുതിയിലുള്ള പ്രശ്നം കാരണം മിടിപ്പ് താളം തെറ്റിയാണ്. കുറച്ച് സെക്കൻഡുകൾ നേരത്തേക്കെങ്കിലും ഹൃദയത്തിന്റെ പമ്പിംഗ് നടക്കുന്നില്ല. ഈ സമയത്ത് ആള് കുഴഞ്ഞു വീഴാണ്. ഹൃദയസ്തംഭനം വരെ സംഭവിക്കാം. ഇതിന് വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ എന്ന് പറയും. മൂന്നാമത്തത് രക്തധമനികൾക്കകത്തെ നീർക്കെട്ട്, ഇൻഫ്ലമേഷൻ. ഇങ്ങനെ സംഭവിക്കുമ്പോൾ രക്തധമനികൾക്കകത്തെ പാളികൾ കേടുവരികയാണ്. അവിടെ രക്തം കട്ട പിടിക്കുകയാണ്. ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുമ്പോൾ ഹൃദയാഘാതം സംഭവിക്കാം. നാലാമത്തത് ഓവർ സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള ഹൃദയം എന്ന് വെച്ചാൽ ഹൃദയത്തിന്റെ മിടിപ്പ് ക്രമാതീതമായിട്ട് കൂടുകയാണ്. BP അതിഗംഭീരമായിട്ട് വർദ്ധിക്കുകയാണ്. ഇത് സംഭവിക്കുന്നത് കുറഞ്ഞ സെക്കൻഡുകൾ കൊണ്ടോ മിനിറ്റുകൾ കൊണ്ടോ ആയതുകൊണ്ട് തന്നെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള അപകടങ്ങൾ ഹൃദയത്തിനും ബ്രെയിനിനും വരെ സംഭവിച്ചേക്കാം. ഇതിനെല്ലാം പുറമെ പലപ്പോഴും മയക്കുമരുന്ന് മദ്യത്തിന്റെ കൂടെ ഉപയോഗിക്കുന്നത് ഇരട്ടിയിലധികം ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിനും പുറമെ ജന്മന പല ഇന്ത്യക്കാർക്കും ഹൃദ്രോഗത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതും കൂടെ കൂടിച്ചേരുമ്പോൾ അറ്റാക്ക് സംഭവിക്കാനുള്ള ഒരു പെർഫെക്റ്റ് പ്ലാറ്റ്ഫോം രൂപപ്പെടുകയാണ്. കൊക്കൈൻ പോലുള്ള മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ പല ആളുകൾക്കും ഹൃദയ രക്തധമനികൾ 30% ചുങ്ങിപ്പോവുകയും അതിന് പുറമെ പൾസ് റേറ്റ് ക്രമാതീതമായിട്ട് കൂടുകയും ചെയ്യുമ്പോൾ അറ്റാക്ക് സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. MDMA പോലുള്ള മരുന്നുകൾ ഹൃദയത്തിന്റെ ഇലക്ട്രിസിറ്റിയിൽ ഒരു ഇടിമിന്നൽ തീർക്കുകയാണ്. ഹൃദയം പലപ്പോഴും സ്തംഭിച്ചേക്കാം. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന പല ആളുകളുടെയും ഹൃദയത്തിന് 30 മുതൽ 40% വരെ അധികമായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരികയാണ്. ഹൃദയത്തിന്റെ സ്ട്രെസ് ഇവിടെ കൂടുകയാണ്. ഒരു ശരാശരി ഇന്ത്യക്കാരന്റെ രക്തധമനികളുടെ വലിപ്പം പലപ്പോഴും വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം മയക്കുമരുന്നിന്റെ ഡേഞ്ചർ വിദേശ രാജ്യങ്ങളെക്കാളും കൂടുതലായിരിക്കും. പഠനങ്ങൾ കാണിക്കുന്നത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കാരണം ഇന്ത്യൻ ചെറുപ്പക്കാരിലെ ഹൃദയാഘാത സാധ്യത 500%-ലധികം കൂടുതലാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മയക്കുമരുന്ന് നിർത്തിയതിനു ശേഷമുള്ള റിക്കവറി സാധ്യതയും പലപ്പോഴും ചെറുപ്പക്കാർക്ക് കുറവായിരിക്കും. ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത, ഈ അടുത്ത് വന്ന ഒരു പഠനത്തിൽ കോളേജിൽ പഠിക്കുന്ന 23%-ലധികം ചെറുപ്പക്കാർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മയക്കുമരുന്ന് ഉപയോഗം മൂലം ഹൃദയത്തിന് കേടുവരുന്നുണ്ടോ ഇല്ലയോ എന്നറിയുന്ന ചില ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, നെഞ്ചിലൊരു ടൈറ്റ്നസ് സംഭവിക്കാം. രണ്ടാമത്തത്, ഹൃദയത്തിന്റെ മിടിപ്പ് ക്രമാതീതമായിട്ട് കൂടുന്ന പാൽപിറ്റേഷൻ എന്നുള്ള അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യാം. മൂന്നാമത്തത്, നടക്കുന്ന സമയത്ത് കിതപ്പ് അനുഭവപ്പെടുക. നാലാമത്തത്, ഉറക്കക്കുറവും കഠിനമായ ക്ഷീണവും. ഈ പറഞ്ഞതൊന്നും 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഇതുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും